ഹലോ, ഫൈനലി നമ്മുടെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ഡേ വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേക്ക് നമ്മൾ കുറേ ആയി കാത്തിരിക്കുന്നു. ഇന്ന് തലേന്നത്തെയും കല്യാണത്തിൻ്റെ അന്നത്തെയും വീഡിയോസ് ഞാൻ ഒന്നാക്കിയിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് വേറെ വ്ളോഗ്സും ചെയ്യാനുള്ള ക്ലിപ്സും ഇല്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ കുറേ ദിവസമായല്ലോ വെഡ്ഡിങ് പ്രിപ്പറേഷൻ പറഞ്ഞിടുന്നത്, കണ്ടാൽ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ കല്യാണത്തിൻ്റെ വ്ളോഗ്സ് എൻ്റെ ആവാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലിപ്സ് എല്ലാം കല്യാണത്തലേന്നത്തെ കേട്ടോ. കല്യാണത്തലേന്ന് ഞാനൊരു റെഡ് ഗൗണാണ് എടുത്തത്. അത്യാവശ്യം നല്ല അടിപൊളി ഗൗണായിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു ആ ഒരു കളറ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷനാണ് ഈ കല്യാണത്തലേന്ന്. കാരണം നമ്മൾ അത്രയും വലിയ ഒരു പ്രോഗ്രാം വെക്കേണ്ടെന്ന് മുന്നേ തന്നെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമ്മളെ ഫാമിലീസും കസിൻസും ഫ്രണ്ട്സും എല്ലാവരുമായിട്ടുള്ള ഒരു അടിപൊളി ഡേ തന്നെയായിരുന്നു കേട്ടോ കല്യാണത്തലേന്ന്. ഈ കല്യാണത്തലേന്ന് എപ്പോഴും വീട്ടിൽ വെച്ച് നടത്തുമ്പോഴാണ് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. എൻ്റെ കല്യാണത്തിനൊക്കെ ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു എൻജോയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്നേ തീരുമാനിച്ചതായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ് വരുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാം നമ്മൾ ഫാമിലീസും ഫ്രണ്ട്സും കസിൻസും മാത്രമുള്ള ഒരു പ്രോഗ്രാം ആവുള്ളൂ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ആയിട്ടോ. ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ വീട്ടിലെ ഫംഗ്ഷൻ ഒന്ന് എൻഡ് ആയിക്കണത്. അത് കഴിഞ്ഞതാ വെഡ്ഡിങ് ഡേയുടെ ഡ്രസ്സ് ബ്രൈഡിന് കൊണ്ടുകൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ തലേന്ന്, അതിന് വേണ്ടി ഇതാ പുതിയാപ്പിളി നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. സോ അവളെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത് ഒരു അരമണിക്കൂർ പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഇനി കാണാൻ പോകുന്ന ക്ലിപ്സ് എല്ലാം കല്യാണത്തിൻ്റെ അന്നത്തെ ക്ലിപ്സ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രദറിൻ്റെ നിക്കാഹാണ്. ലൈഫിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിക്കാഹ് കണ്ട സമയത്ത് എനിക്ക് എൻ്റെ നിക്കാഹാണ് ഓർമ്മ വന്നത്. എൻ്റെ ലൈഫിലെ മറക്കാനാവാത്ത ഒരു ദിവസം ആ നിക്കാഹ് ഡേ ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ നിക്കാഹ് കാണാൻ. ഫൈനലി അവൻ്റെ നിക്കാഹ് ഇവിടെ കഴിഞ്ഞു. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ നമ്മുടെ അടിപൊളി എൻട്രിയും കഴിഞ്ഞിട്ട് എൻട്രിയുടെ വീഡിയോ ഒന്നും എനിക്ക് അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അന്നത്തെ ഡേ ഭയങ്കര ഹറിബറി ആയിരുന്നു. എസ്പെഷ്യലി ഇവരുടെ വെഡ്ഡിങ്, രണ്ടുപേരുടെ വെഡ്ഡിങ്ങും ഒരൊറ്റ ഓഡിറ്റോറിയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഹറിബറി ആയിരുന്നു നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ. അങ്ങനെ നമ്മളിത് ആ കിട്ടിയ ഗ്യാപ്പിൽ ഒരു കപ്പിൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടുപേരുടെ ഔട്ട്ഫിറ്റ്. ഋതുവിൻ്റെയും ഇക്കൻ്റെയും ഔട്ട്ഫിറ്റ് സെയിം ആണ്, എൻ്റെയും ബാബിയുടെ ഔട്ട്ഫിറ്റ് സെയിം ആട്ടോ. നമ്മൾ അങ്ങനെ ആക്കിയതാണ്. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അവർക്കൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സൂൺ തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ബിക്കോസ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഈ ഔട്ട്ഫിറ്റ് ഇങ്ങനെ ആക്കിയത് നമ്മൾ രണ്ടുപേരുടെ എഫേർട്ടാണ് കേട്ടോ.